നമസ്കാരം. ഗുജറാത്ത്, തെലങ്കാന, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, കേരളം എന്നിവിടങ്ങളിൽ BJP പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കേരളവും രാജസ്ഥാനും ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന നേതാക്കളെയൊക്കെയും ഇത്തവണ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ കൂട്ടത്തോടെ അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ട് BJP ഒരു അടിമുടി പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ഗുജറാത്ത് BJP അധ്യക്ഷനും 4 തവണ MP-യുമായ CR പട്ടേലിനെ നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ ഒരു OBC നേതാവ് BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. തെലങ്കാനയിലാവട്ടെ കേന്ദ്ര മന്ത്രിമാരുടെ കൗൺസിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന പ്രസിഡന്റായ കിഷൻ റെഡ്ഡിക്ക് പകരം 5 വർഷം മുൻപ് പാർട്ടിയിൽ ചേർന്ന OBC നേതാവ് എഡാല രാജേന്ദർ നിയമിതനായേക്കും. തിങ്കളാഴ്ച ദില്ലിയിലെത്തിയ രാജേന്ദർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കണം എന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ സംസ്ഥാന BJP അധ്യക്ഷൻ സുഗാന്ത മജുംദാർ കേന്ദ്രത്തിൽ മന്ത്രിയായി ചുമതലയേറ്റിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും എന്നുള്ള അഭ്യൂഹം വളരെ ശക്തമാണ്. കാരണം നയപരമായ തീരുമാനങ്ങളിലൊക്കെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ ഗൗനിക്കാറില്ല എന്നുള്ള ഒരു ആരോപണം ഇതിനു മുൻപ് തന്നെ മജുംദാറിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലാവട്ടെ സംസ്ഥാന അധ്യക്ഷൻ CP ജോഷിയെ മാറ്റിയേക്കും. പുതിയ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്ന പേരുകളിൽ രാജ്യസഭ MP ആയ രാജേന്ദ്ര ഗെഹ്ലോട്ട്, അതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ ജാട്ടമുഖമായ കുൽദീപ് ധങ്കർ, മദൻ റാത്തോഡ്, മുൻ പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റാത്തോഡ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിലും അധ്യക്ഷനെ മാറ്റും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. K സുരേന്ദ്രന് പകരം ആര് എന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ പോലും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അധ്യക്ഷ സ്ഥാനത്തുൾപ്പെടെ അടിമുടി പരിഷ്കാരത്തിന് BJP കേരളത്തിലും ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ മലയാളം.